എന്തൊക്കെയോ ആൾക്കാരൊക്കെ പോകുന്നുണ്ട്. ചെറിയ ഭയം വന്നു തുടങ്ങി. വഴി നിന്ന് ഇതിനുണ്ട് കൊടുപ്പോ. ഇപ്പോൾ അത് വഴിയൊന്നുമില്ല, നടപ്പാതയില്ല. നമ്മുടെ മെയിൻ വഴിയിൽ നിന്ന് നമ്മ തെറ്റി. അവനൊരു അവാർഡ് കൊടുക്കണം. ആക്റ്റീവ് ഇതിലെ കൊണ്ടുപോയി എടുക്കണറ്റത്തും മരം വലുത് ഒരു രക്ഷയില്ല. 5 കിലോമീറ്റർ സൈക്കിളിന് ഞങ്ങൾ കാട് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഹായ് ഫ്രണ്ട്സ്, മൈ ജേർണിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സൈക്കിൾ ഔട്ടിയാണ് വന്നേക്കണത്. വേറെ എവിടെയല്ല, പത്തനംതിട്ടയിൽ. എറണാകുളത്ത് നിന്നും പത്തനംതിട്ട വരെ നമ്മൾ സൈക്കിൾ ഔട്ടി ഇവിടെ എത്തിയൊക്കെയാണ്. ഇവിടെ ഒരു കിഡു സ്പോട്ടാണ്, നാഗപ്പാറ എന്ന് പറയും. നാഗപ്പാറ എന്ന് പറഞ്ഞാൽ പത്തനംതിട്ടയിലെ അതിമനോഹരമായൊരു കാട്. ഈ കോവിഡ് ടൈമിലും സേഫ്റ്റി ആയിട്ട് വന്നു പോകാൻ പറ്റുന്ന ഒരു സ്ഥലം പത്തനംതിട്ടയിൽ. കിഡു പ്ലേസ് എന്ന് പറഞ്ഞാൽ ഇത് ചുറ്റും കാടാണ്. വേണ്ട, നമ്മൾ പോണത് ഈ ഒരു ചെറിയ ഇടനാട് വഴി മുകളിലോട്ടാണ് പോണത്, കാട്ടിലോട്ട്. ഈ ഒരു സ്പോട്ടിൽ ശരിക്കും നമുക്ക് ഒരു പെട്ടിക്കടയുണ്ട്, കുട്ടപ്പൻ ചേട്ടൻ്റെ ഒരു പെട്ടിക്കടയുണ്ട്. ആകെയുള്ളത് ഇത് മാത്രമേ ഉള്ളൂ. ഈ ഒരു സ്പോട്ടിൻ്റെ ലൊക്കേഷൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങളൊന്ന് ചെക്ക് ചെയ്താൽ മതി അത്. അപ്പോൾ എന്തായാലും ഞങ്ങൾ വന്നിട്ട് കുറച്ച് നേരമായി. കുട്ടപ്പൻ ചേട്ടൻ്റെ കടയിൽ നിന്ന് കുറച്ച് വെള്ളമൊക്കെ കുടിച്ച് റെസ്റ്റ് ചെയ്തിട്ടാണ് ഇവിടെ ഇരിക്കുന്നത്. എൻ്റെ ഒപ്പം എൻ്റെ ബിനിൽ മോനും കൂടി ഉണ്ട്. അവൻ അപ്പുറത്തുണ്ട്. അവൻ നമുക്ക് പരിചയപ്പെടാം പിന്നീട്, അവൻ വരട്ടെ. പിന്നെ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഫുൾ കാടാണ്. ഇവിടെ നാഗങ്ങൾ ഒരുപാട് ഉണ്ടെന്നാണ് ഈ നാട്ടുകാർ പറയണത്. അതുകൊണ്ടാണ് ഇതിന് നാഗപ്പാറ എന്ന് പറയണത്. ഈ കാടിൻ്റെ ഉള്ളിലൊക്കെ നിങ്ങൾ കണ്ടിരിക്കുന്ന കാടിൻ്റെ ഉള്ളിലെല്ലാം പാറകളാണ്, ഉരുണ്ട പാറകൾ. ഞാനിങ്ങനെ ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ ഒരു ഫോട്ടോ കണ്ട് അതിനെ തേടിപ്പിടിച്ച് എത്തിയതാണ് ഇവിടെ. അപ്പോൾ എന്തായാലും നമുക്കിനി ഇതിൻ്റെ കാഴ്ചകളിലേക്ക് പോകാം. പറഞ്ഞ് ദീർഘിപ്പിക്കണില്ല. നമുക്കിനി കാട് കയറാം. അവൻ വരട്ടെ, എന്നിട്ട് നമുക്ക് മുകളിൽ കയറാം. ഓക്കെ, ഇതാണ് കുട്ടപ്പൻ ചേട്ടൻ്റെ കട. ഇവിടെ അത്യാവശ്യം സ്നാക്സും വെള്ളമൊക്കെ നമുക്കിവിടെ ലഭ്യമാണ്. ആകെയുള്ളത് ഇത് മാത്രം, വേറെ ഒന്നുമില്ല ഇവിടെ. അത്യാവശ്യം ഇവിടെ റെസ്റ്റ് ചെയ്യാനുള്ള സൗകര്യങ്ങളുണ്ട്. അതിൻ്റെ അവിടെ നിന്ന് നേരെ ഇത് കണ്ട വഴി നോക്കിയാൽ കിട്ടുമല്ലേ, പൊളിയല്ലേ. ഇതേപോലെ കാടിൻ്റെ ഉള്ളിൽ. ഇപ്പം നമ്മൾ വന്നേക്കണത് സൈക്കിളിനാണ്. ഞങ്ങൾ രണ്ടാളും കൂടി വന്നേക്കണം സൈക്കിളിന്. ഇനിയിപ്പോൾ ഈ സൈക്കിൾ ബൈക്ക് വരെ നിങ്ങൾക്ക് ബൈക്ക് ഇവിടെയൊക്കെ ബൈക്ക് വെക്കാം, കാറ് വെക്കാം. ഇവിടെ വെച്ചതിന് ശേഷം സേഫ്റ്റിയാണ്. കുട്ടപ്പഞ്ചാറിന് അടുത്തുണ്ടാവുകൊണ്ട് സേഫ്റ്റി ആയിട്ട് ബൈക്ക് വെച്ചിട്ട് മുകളിലോട്ട് കയറാം നമുക്ക്. അപ്പോൾ ഞങ്ങൾ കയറുന്നത് സൈക്കിളിനാണ്. സൈക്കിൾ കൊണ്ട് മുകളിൽ ടോപ്പ് വരെയും കയറാൻ പറ്റും. പിന്നെ ബൈക്ക് ഓഫ് റോഡ് പറ്റിയവരാണെങ്കിൽ നിങ്ങൾക്ക് ഓഫ് റോഡ് കയറി മുകളിലോട്ട് പോകാം. ഇപ്പോൾ എന്തായാലും നമ്മൾ കണ്ടിട്ടില്ല, എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാം. കാരണം ഇപ്പോൾ ഇത് കുട്ടപ്പൻ ചേട്ടൻ്റെ മോനാണ് പോണത്. പുള്ളിയൊക്കെ ഇവിടെ എക്സ്പീരിയൻസ് ആണ്, പുള്ളിയൊക്കെ കയറി പോകുമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്കിനി അങ്ങോട്ട് പോകാം. ഓക്കെ, ഇതാണ് കുട്ടപ്പൻ ചേട്ടൻ്റെ കട. ചേട്ടൻ എത്ര ആളെ ഇവിടെ തുടങ്ങിയിട്ട്? 30 വർഷം. 30 ദിവസമായിട്ടുള്ളൂ. അപ്പോൾ 30 ദിവസമായിട്ടുള്ളൂ, 1 മാസം ആയിട്ടുള്ളൂ. ഈ സ്ഥലം ഒന്നും അത്രയും ഫേമസ് ആയി തുടങ്ങിയിട്ടല്ലേ. ഇപ്പോൾ ആൾക്കാരൊക്കെ കൂടെ ഒരുപാട് വരുവാനുണ്ട്. ആണ് ഇന്നൊരു ഉച്ച കഴിഞ്ഞ് ഭയങ്കര ജനമായിരിക്കും. ഇന്ന് പിന്നെ കുടുംബമായിട്ടൊക്കെ വരുന്നു. ഇന്ന് സൺഡേ ആയതുകൊണ്ട് സേഫ്റ്റിയാണ് ഇപ്പോൾ ഇവിടെ വന്ന് കാണാൻ. നല്ല ഏറിയല്ലേ. ഇപ്പം നിങ്ങൾക്ക് അങ്ങോട്ട് ഇറങ്ങുമ്പോൾ കാണാമല്ലോ. ആണ് ഒരു 10-25 ഏക്കർ പാറയാ. 25 ഏക്കർ ഫുള്ള് പാറ. ഈ ചേട്ടൻ എത്ര വരെ ഉണ്ടാവും കട? 6 വരെ ഉണ്ടാവും. രാവിലെ എത്ര വരെ ഉണ്ടാവും? ഇന്ന് ആരാനൊന്നും ഇല്ലാഞ്ഞോണ്ട് അതിന് രാവിലെ തുറക്കുന്നത്. അല്ലെ പിന്നെ പള്ളിയിലേക്ക് കഴിഞ്ഞാൽ തുറക്കുള്ളൂ. 12 മണിയായി തുറക്കുള്ളൂ. 12 മണിക്ക് തുറക്കുള്ളൂ. അപ്പോൾ നമ്മുടെ കുട്ടപ്പഞ്ചേരനല്ലേ 12 മണിക്കാണ് കട തുറക്കണേ കേട്ടോ. അതിൽ ഇല്ലാഞ്ഞോണ്ടാ ഇന്ന് നേരത്തെ തുറന്നു. അല്ലെങ്കിൽ 12 മണിക്ക് സൺഡേ ആയാലും. അപ്പോൾ സൺഡേ ആയാലും എല്ലായാലും നിങ്ങൾ രാവിലെ വരികയാണെങ്കിൽ ഈ സൗകര്യം ഉണ്ടാവില്ല. കുട്ടപ്പഞ്ചേട്ടൻ ഒരു 12 മണിയാകുമ്പോൾ കട തുറക്കുള്ളൂ. പിന്നെ വൈകുന്നേരം 6 മണി വരെ ചേട്ടൻ ഇവിടെ ഉണ്ടാവും. പിന്നെ ഇവിടെ നല്ല തിരക്കാണെന്ന് പറഞ്ഞത്. ഇപ്പം ഞങ്ങൾ വന്ന ദിവസം സൺഡേ ആണ്. അത്യാവശ്യം ഇപ്പം ഞങ്ങൾ മാത്രമേ ഉള്ളൂ, വേറെ ആരും ഇല്ല. വൈകുന്നേരം ആകുമ്പോൾ തിരക്കാവും, നല്ല തിരക്കായിരിക്കും. ഇന്ന് രാവിലെ ഭയങ്കര തിരക്കായിരുന്നാണ് പറയണത്. വൈകുന്നേരം ആകുമ്പോൾ നല്ല തിരക്കാവുമെന്ന് പറയുന്നുണ്ട്. എന്തായാലും നമ്മൾ കയറി. ഇപ്പോൾ സമയത്തിന് പറയട്ടെ, സമയം 12 മണിയായി. നമ്മൾ സൈക്കിളോട്ടി വന്നുകൊണ്ടാണ് ഇത്ര നേരം. ബൈക്കിനൊക്കെ വരികയാണെങ്കിൽ നിങ്ങൾക്ക് രാവിലെ തന്നെ വരാം. അപ്പോൾ നമ്മൾ സൈക്കിളോട്ടിയല്ലേ അവിടെ നിന്ന് അത്ര ദൂരം വന്നേക്കണത്. അപ്പോൾ എന്തായാലും ഇനി കൂടുതൽ പറഞ്ഞില്ല, കാഴ്ചകളിലേക്ക് പോകും. അപ്പോൾ അങ്ങനെ മിൽമോൻ എത്തിയിട്ടുണ്ട്. എടാ വാ പോകാം വാ. അപ്പോൾ ഞങ്ങൾ രണ്ടാളും കൂടി ഇതാ ഞാൻ പറഞ്ഞ മിൽമോൻ. അപ്പോൾ ഞങ്ങൾ രണ്ടാളും കൂടിയാണ് യാത്ര തുടരുന്നത്. കാട് കയറിയാണ്. അപ്പോൾ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ തുടക്കം കാണിച്ച സ്ഥലമില്ലേ, ആ സ്ഥലത്തിൽ വന്നതിന് ശേഷം റൈറ്റിലേക്ക് ഒരു ചെറിയൊരു പോക്കറ്റ് വഴി പോകുന്നുണ്ട്. ഇതേപോലത്തെ പോക്കറ്റ് വഴി പോകുന്നുണ്ട്. കണ്ട, ഇത് ശരിക്കും കാടാ, ഫുൾ കാടാ. കണ്ട,
ഈ കാട്ടിൽ കൂടിയാണ് നമ്മൾ ഉള്ളിലോട്ട് പോണത്. ഇവിടെ നിന്ന് ചെല്ലണ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട്. നിങ്ങൾ വന്നു കഴിഞ്ഞാൽ അത് കാണാതിരിക്കരുത്. എല്ലാവരും നേരെ നമ്മൾ സൈക്കിൾ വെച്ചില്ലേ, അവിടെ നേരെയാണ് എല്ലാവരും കയറി പോണത്. അപ്പോൾ അതുകൊണ്ട് നേരെ കയറുന്നതിന് മുമ്പ് ഈ ഒരു വഴി ചൂസ് ചെയ്യാം. ഇപ്പം നമ്മുടെ ആ ചേട്ടൻ, കുട്ടപ്പൻ ചേട്ടൻ പറഞ്ഞ ലൊക്കേഷനാണിത്. ഇത് മിസ് ചെയ്യരുതെന്ന് പറഞ്ഞു പുള്ളി. എന്തായാലും കാണണം. അപ്പോൾ ഞാനെന്തായാലും കണ്ടിട്ടില്ല. എന്തായാലും നിങ്ങളുടെ ഒപ്പം തന്നെ ഞാനും കണ്ടുകൊണ്ടിരിക്കണത്. അവിടെ പോയി എക്സ്പീരിയൻസ് എനിക്കുമില്ല, ഫസ്റ്റ് ടൈമാണ് ഞാനും. അല്ലേ ബില്ലുമോനെ? അതന്നെ. പിന്നെ ബില്ലുമോന് ഒരു ചാനലുണ്ട് കേട്ടോ. അത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും അതും കൂടിയും കണ്ട് സപ്പോർട്ട് ചെയ്യണം. പിന്നെ ഈ വഴികളില്ലേ, ഈ വഴിയിൽ സൈക്കിൾ കൊണ്ടുവരാം കേട്ടോ. ബൈക്ക് കൊണ്ടുവരാൻ പറ്റില്ല, പക്ഷേ സൈക്കിൾ നമുക്ക് ഉരുട്ടി കൊണ്ടുവരാം അങ്ങോട്ട്, കുഴപ്പമൊന്നുമില്ല. പക്ഷെ അടിപൊളി പൊളി പ്ലേസ് ആണോ ചേട്ടനൊക്കെ? ഓക്കെ, പൊളി പ്ലേസ്. ഫോട്ടോ എടുക്കാൻ പറ്റിയ കിഡ് പ്ലേസാണ്. കുറേ മുട്ടപ്പാറകളാണ് ഇവിടെ മുഴുവൻ. കണ്ട, അങ്ങ് അറ്റത്തുണ്ട്, ഇത് ഇവിടെയുണ്ട്. ഈ ഒരു പിക്ക ഞാൻ പറഞ്ഞില്ലേ ഫേസ്ബുക്കിൽ കണ്ടെന്ന് പറഞ്ഞില്ലേ, അതെ ഈ പിക്ക. ഇതിൻ്റെ മുകളിൽ ഒരു ഗടി സൈക്കിൾ എടുത്ത് വെച്ചിട്ട് സൺസെറ്റിൻ്റെ ഫോട്ടോ ഒക്കെ ഉണ്ട്. ഒരു രക്ഷയില്ല, പൊളിയായിരുന്നു. അത് കണ്ടപ്പോഴാണ് ഇങ്ങോട്ട് വന്നുവെന്ന് തോന്നിയത്. എന്നപ്പോൾ എറണാകുളത്തു നിന്നാണ് സൈക്കിളോട് ഇങ്ങോട്ട് വന്നേക്കണത്. പത്തനംതിട്ടയിൽ അധികം ആരും അറിയാത്ത കിഡ് പ്ലേസ്. നിങ്ങൾ ബൈക്കിനൊക്കെ വന്നാൽ മതി, സൈക്കിളോട് എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. പിന്നെ അങ്ങോട്ട് എത്തിയ സമയത്തിന് ഉച്ച സമയമായതുകൊണ്ട് നല്ല വെയിലടിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും മഞ്ഞുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും രാവിലെ വരിക, അല്ലെങ്കിൽ വൈകിട്ട് വരിക. ആ ടൈമാണ് ബെറ്റർ ടൈം. ഞാൻ ഇവിടുത്തെ കാഴ്ചകൾ കാണിച്ചു തരാം, നിങ്ങളൊന്ന് കണ്ടു നോക്ക്. ഇത് കണ്ട, മൊത്തം പാറയാണ്. നമുക്ക് അങ്ങോട്ടൊക്കെ ഇറങ്ങാട്ടെ വേണമെങ്കിൽ, പക്ഷെ വൈകുന്നേരം വരണം, അതാണ് പൊളി. പിന്നെ ഈ പാറയുടെ മുകളിൽ വെച്ചുള്ള ഫോട്ടോസ് ഒരു രക്ഷയില്ല. ഇപ്പം എന്തായാലും ഞങ്ങൾക്ക് ഫോട്ടോ എടുക്കാൻ പറ്റുമെന്ന് അറിയില്ല, കാരണം നല്ല കട്ട വെയിലാണ്. ഇതേ നിഗൂഢമായ കാടാണ്. നമ്മൾ വന്നത് ഇതാ വഴിയാണ്. ഇവിടെയും ഒരു വഴി കാണുന്നുണ്ട്. പിന്നെ ആ ചേട്ടൻ പറഞ്ഞത് നമ്മൾ നേരെ കയറി പോവില്ല, നേരെ കയറി പോണ വഴിയിൽ ഓരോ പോക്കറ്റ് കാട്ടിലൂടെ ഇറങ്ങാനുള്ള വഴിയുണ്ട്. അവിടെയൊക്കെ വ്യത്യസ്തമായ വ്യൂ പോയിൻറ്റിലുണ്ടെന്നാണ് ചേട്ടൻ പറഞ്ഞത്. അപ്പം നമുക്ക് എന്തായാലും ഇവിടെ ഈ കാഴ്ചകൾ ഇത്രേ ഉള്ളൂ കാണാൻ. നിങ്ങൾ വന്ന് വൈകുന്നേരം ആണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് റെസ്റ്റ് ചെയ്തിട്ട് ഒരുപാട് നേരം കാണാനുള്ള കാഴ്ചകളുണ്ട്. അങ്ങ് അടിയിലോട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇറങ്ങി പോവാം. പിന്നെ ഫുഡൊക്കെ കൊണ്ടുവരണമെങ്കിൽ പൊളിയാണ് വെച്ചാൽ വരെ പൊളി, ഒരു രക്ഷയില്ല. ഫുഡൊക്കെ കൊണ്ടുവന്ന് ഇവിടെ വെച്ച് കഴിക്കുക. വേണമെങ്കിൽ ടെൻ്റ് അടിക്കുക. നിങ്ങൾക്ക് രാവിലെ അല്ലെങ്കിൽ വൈകിട്ട് വന്നിട്ട് ടെൻ്റ് അടിച്ച് ഇവിടെ താമസിക്കാനുള്ള നല്ലൊരു അന്തരീക്ഷമാണ് ഇവിടെ. ഒരു രക്ഷയില്ല, വേറെ ശല്യങ്ങളൊന്നുമില്ല, നാട്ടുകാരും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. കോവിഡ് ടൈമിന് നിങ്ങൾക്ക് ഇവിടെ വന്ന് ടെൻ്റ് അടിച്ചിട്ട് വേണമെങ്കിൽ താമസിക്കുക, നോ പ്രോബ്ലം. ഞാൻ അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞ് കുഴപ്പമൊന്നുമില്ല, അങ്ങനെയാണ് പറഞ്ഞത്. അതുകൊണ്ട് ധൈര്യപ്പെട്ട് വരാം. അതേപോലെ തന്നെ ഇവിടെ വന്നിട്ടേ ഇതിൻ്റെ അടിയിലോട്ട് ഇറങ്ങിയിട്ട് കാട് കയറി നമുക്ക് ഉൾക്കാട് കയറി അപ്പുറത്തെ ഗ്രാമത്തിലൂടെ കിടക്കാനുള്ള ഒരു വഴിയൊക്കെ ഉണ്ട്. പക്ഷെ അത് നമുക്ക് അറിയാതെ നമ്മൾ പോയി കഴിഞ്ഞാൽ പണി കിട്ടും. നാട്ടിലാരെങ്കിലും കൂട്ടിയിട്ട് പോവുകയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ കാട്ടിലൂടെ ഇറങ്ങിയിട്ട് പോണ ആ ഒരു എക്സ്പീരിയൻസ് നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഒരു ചേട്ടനോ ചേച്ചി നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു ഞങ്ങൾ വീഡിയോ എടുക്കണതിന് തൊട്ട് മുമ്പായിട്ട്. അവരിങ്ങോട്ട് വന്നിട്ട് പിന്നെ അവരെ കാണാനില്ല. എനിക്ക് തോന്നുന്നത് വീട് അവിടെ അടിയിൽ വീടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു, അങ്ങോട്ടേക്ക് പോയതാണെന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് ഈ കാഴ്ചകളൊക്കെ ഉണ്ടല്ലോ, വീഡിയോ ഒരുപാട് ദൈർഘ്യം കൂടും, അതുകൊണ്ട് ഷോർട്ട് ചെയ്യണം. ഇനി നമ്മുടെ സൈക്കിൾ ഇരിക്കുന്ന സ്ഥലമില്ലേ, അങ്ങോട്ടേക്ക് പോവുകയാണ്. അവിടെ നിന്ന് പിന്നെ നമുക്ക് നേരെയാണ് പോകേണ്ടത്. അപ്പോൾ ഇനി ആ കാഴ്ചകളും അതേപോലെ തന്നെ അവിടെ കയറുന്ന ഞാൻ പറഞ്ഞില്ലേ സ്പോട്ട് ഉണ്ടെന്ന്, പോണ വഴിക്ക് ഓരോ വ്യൂ പോയിന്റുകളുണ്ടെന്ന്, ആ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമുക്ക് പോകാം. അപ്പോൾ നമുക്കിനി തിരിച്ച് സൈക്കിളിൽ കൊണ്ടു പോകാം. ഓക്കെ മച്ചന്മാരെ, പൊളി സ്ഥലം കേട്ടോ, പൊളി സ്ഥലം. ഇവിടെയൊക്കെ പാറകൾ കണ്ട. ഇപ്പോൾ വെളിച്ചം ബാക്കിൽ നിന്ന് തന്നോണ്ട് എന്നെ കാണാൻ പറ്റില്ല, അത് വേറെ കാര്യം. പക്ഷേ ഈ കാട്ടിലൂടെയുള്ള യാത്രയില്ലേ, അത് എന്നും ഒരു പുതുമ തന്നെയാണ് കേട്ടോ. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാടൊക്കെ കയറി ആണ്. എൻ്റെ ചുറ്റും നോക്കി ഫുൾ കാടാ. ഞാൻ നടക്കാം, പ്രകൃതിയുമായി ലയിച്ച് നടക്കാൻ നമുക്ക് വേറിട്ട എക്സ്പീരിയൻസ് തന്നെയാണ്, ഒരു രക്ഷയില്ല. എന്തായാലും പത്തനംതിട്ടയിൽ ഇത്രയും സൈക്കിളോട്ടി വന്നിട്ട് വളരെ ഇഷ്ടപ്പെട്ട്, പൊളി. ഇതിപ്പോൾ നമുക്ക് കാട് കയറിക്കൊണ്ടിരിക്കുന്നത് ഓരോ ഫാമിലീസ് വന്നിട്ട് വേണ്ട ഫാമിലീസുകൾ വന്നു തുടങ്ങി കേട്ടോ. വൈകുന്നേരത്തെ ഇറക്കാവെന്ന് പറഞ്ഞിരുന്നല്ലേ. നിങ്ങൾ എവിടെ നിന്ന് തന്നെയാണ്? ഇവിടെ തന്നെയുള്ളവരാണല്ലേ? ഓക്കെ, അവരൊക്കെ ഇവിടെ ഉള്ളവരാ, നാട്ടിൻ പുറത്തുള്ളവരാ.
അപ്പോൾ ഈ സ്ഥലമേ അറിഞ്ഞ് വന്നുള്ളൂ ശരിക്കും പറഞ്ഞാൽ, പബ്ലിസിറ്റി ആയിട്ടില്ല ശരിക്കും പറഞ്ഞാൽ. നമ്മൾ ഒത്തിരി ഇത്ര പേരെ ഫാമിലി ആയിട്ട് വന്നേക്കുന്നത്, ഒരു കുഴപ്പമില്ല, സേഫ്റ്റി ആയിട്ട് വരിക, സാനിറ്റൈസും മാസ്കൊക്കെ ധരിച്ചിട്ട് വരിക, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ പോലീസ് ചെക്കിങ് ഉണ്ട്, ശ്രദ്ധിക്കുക. ഇപ്പം നമ്മൾ സ്പോട്ടിലെത്തി, നമ്മുടെ സൈക്കിളിരിക്കണ സെയിം സ്പോട്ടിൽ. ഇതെൻ്റെ സൈക്കിള്, ഇത് ബിനുമോളുടെ സൈക്കിള്. ഇന്ന് നമ്മൾ പോണത് നേരെ ഈ കാട് കയറിയിട്ടാണ് ആ കാഴ്ചകളിലേക്ക് പോകാം നമുക്ക്. അപ്പോൾ നമ്മൾ കയറാൻ പോവാണ്, കാട് കയറാൻ പോവാണ്. ഇവിടെ നിന്ന് നേരെ കാണുന്ന സ്ഥലമല്ലേ റാന്നിയിലേക്കാണ്. റാന്നിയിലേക്ക് കാട് കയറി പോകാൻ പോകണം. നമ്മുടെ കുട്ടപ്പഞ്ചേരനാണ് പറഞ്ഞു തന്നത് ഇത് കൂടെ കാട് കയറാൻ പറ്റുമെന്ന്. പക്ഷേ മരങ്ങൾ വീണെടുക്കേണ്ടതെന്ന് പറയുന്നുണ്ട് പുള്ളി. ചിലപ്പോൾ പോകാൻ പറ്റില്ലെന്നും പറയുന്നുണ്ട്. കാരണം ഇപ്പോൾ ഇത് കൂടെ ആൾക്കാരൊന്നും പോകണില്ല, കോവിഡ് പ്രശ്നം വന്നുകൊണ്ട്. അപ്പോൾ എന്തായാലും ഞാനും ബിനുമോനും എന്തായാലും കയറാൻ തീരുമാനിച്ച്, ആ എക്സ്പീരിയൻസ് ഒന്ന് അറിയാൻ കരുതി. അപ്പോൾ കാട് കയറാൻ പോവാണ്. ക്യാമറയിൽ ഇതിൻ്റെ ഭംഗി നിങ്ങൾ കാണുന്നില്ല ശരിക്കും പറഞ്ഞാൽ. ഇത് നേരിട്ട് കണ്ട് അനുഭവിക്കേണ്ട ഒരു ഫീൽ തന്നെയാണ്. അപ്പോൾ ഈ പത്തനംതിട്ട ആലപ്പുഴയിലുള്ളവർക്കൊക്കെ ബൈക്കിന് പെട്ടെന്ന് വന്ന് കാണാൻ പറ്റിയ സ്ഥലമാണ്, ഹിഡൻ പ്ലേസാണ്. അപ്പോൾ നമുക്ക് യാത്ര തിരിക്കാം. പിന്നെ പാ സൈക്കിള് നമുക്ക് ചവിട്ടി കയറ്റാൻ പറ്റില്ല കേട്ടോ, ഉന്തി കയറ്റാനേ പറ്റുള്ളൂ. കാരണം അത്രക്ക് വലിയ കല്ലുകളാണ്. എനിക്ക് തോന്നുന്നത് ഇവിടുന്ന് 5 കിലോമീറ്റർ ഉണ്ടെന്നാണ് പറഞ്ഞേക്കണത്. ഈ 5 കിലോമീറ്റർ ചിലപ്പോൾ നമ്മൾ ഇങ്ങനെ തള്ളി കയറ്റേണ്ട വരാൻ സാധ്യത ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ മച്ചന്മാരതേ ഞങ്ങൾ സൈക്കിൾ ഉന്തിക്കൊണ്ടിരിക്കുകയാണ്. ബാക്കിൽ കണ്ട അത്രയും വഴിയില്ലേ, കല്ലും കുണ്ടും ഒക്കെ ആയിരുന്നു. സംഭവം ചവിട്ടാൻ പറ്റില്ല. ഇപ്പോൾ നമ്മൾ എത്തിയേക്കണ സ്ഥലം പരന്ന പ്ലേസാണ്. ഇതിൻ്റെ ഇടയിൽ നമ്മളിപ്പോൾ വന്ന സ്ഥലമില്ലേ, വന്നതിൻ്റെ ഇടയിൽ തൊട്ട് പുറകേൽ റൈറ്റിലേക്ക് ഒരു വഴി പോകുന്നുണ്ട്. അതിൽ നിങ്ങൾ പോവാതിരിക്കുക. വേറൊന്നുമല്ല, നമ്മൾ ആദ്യം കണ്ട ആ ഒരു സ്പോട്ടില്ലേ, ആ സ്പോട്ടിലേക്ക് തന്നെയാണ് ആ വഴി പോണത്. പിന്നെ അത് ഇവിടെ ഒരു വഴി കാണുന്നുണ്ട്, തൊട്ടിപ്പുറത്ത് മൂന്നാമത്തെ ഒരു റൈറ്റിലേക്ക് ഒരു വഴി കാണുന്നുണ്ട്. അതെങ്ങടെ പോണേന്ന് എനിക്കറിയില്ല. അപ്പുറത്ത് നമുക്ക് ഒരു വഴിയേ കാണിച്ചുള്ളൂ. ജസ്റ്റ് ഒന്ന് പോയി നോക്കാം. ചിലപ്പോൾ നമ്മൾ ചെല്ലണത് സെയിം സ്ഥലത്തോട്ട് തന്നെ ആയിരിക്കും കേട്ടോ, തോന്നുന്നത് സെയിം സ്ഥലത്തൊക്കെ ആയിരിക്കുള്ളൂ. എന്തായാലും ഞാൻ പോകുന്നുണ്ട്. കാരണം വേറെ ഒന്നുമല്ല, നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വെറുതെ വന്ന് സമയം കളയേണ്ട ആവശ്യം വരില്ല. എന്നാലും ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും സെയിം സ്പോട്ടാണോ അല്ലെങ്കിൽ വ്യത്യസ്തമായ സ്ഥലമാണോ എന്ന് അറിയാൻ പറ്റും. 2 വഴിയുണ്ട് കേട്ടോ ഇവിടെ. ഇതുണ്ട്. ഇതേ വേറെ സ്പോട്ടിലേക്കാണെന്ന് എനിക്ക് തോന്നുന്നത്. പുതിയ കാഴ്ചയായിരിക്കുള്ളൂ. ഇത് പുതിയ കാഴ്ചയാണെന്ന് തോന്നുന്നു. ഞങ്ങൾ രണ്ടാളും സൈക്കിള് ഉന്തിയാണ് വന്നിട്ടാ. ഓ സെയിം പ്ലേസ് വെച്ചാൽ പറയാ. വന്നു കഴിഞ്ഞാൽ നമ്മൾ അവിടെ കണ്ടതിൻ്റെ അറ്റമില്ലേ, അറ്റമാണ് ഈ കാണുന്നത്. പിന്നെ ഇവിടെ ഇരിക്കാനുള്ള സൗകര്യങ്ങളുണ്ട് കേട്ടോ അത്യാവശ്യം. ഇതിപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് തന്നെ സെയിം സ്ഥലം, സെയിമാണ് വെച്ചാൽ പറയാം. അപ്പോൾ എന്തായാലും അവിടെ നമ്മൾ ആദ്യം കയറിയ സ്ഥലമല്ലേ, അവിടെ വന്നു കഴിഞ്ഞാൽ ഈ സ്പോട്ടിലോട്ടും വരാം. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഈ 3 വഴിയില്ലേ, ഈ 3 വഴിയില്ല ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിങ്ങൾക്ക് കയറിയാൽ മതി, സെയിം സ്പോട്ടിലെത്താൻ പറ്റും. അപ്പം നമുക്കിനി തിരിച്ചു പോയിട്ട് ആ സ്പോട്ടിൽ നിന്ന് നേരെ കാട് കയറാം. ഓക്കെ. അപ്പോൾ അങ്ങനെ ഫ്രണ്ട്സ്, നമ്മൾ ആ പോക്കറ്റ് വഴി ഉണ്ടതേ വേസ്റ്റാണ്, സെയിം സ്ഥലത്താണ് പോണത്. പക്ഷെ ഇവിടെ ഒരുപാട് പേര് വരുന്നുണ്ട് കേട്ടോ. നിങ്ങൾ ഇവിടെ ഉള്ളവരാണോ? എവിടെ നിന്നുള്ളവർ തന്നെ? എവിടെ നിന്ന്? മല്ലപ്പള്ളി അടുത്തല്ലേ ഇവിടെ? എത്ര കിലോമീറ്റർ? 10 കിലോമീറ്റർ. ഇടയ്ക്ക് വരാറുണ്ട് ഇങ്ങോട്ട്? ഇപ്പോൾ ഒരുപാട് പേര് വന്നിട്ടല്ലോ ഇവിടെ. പാറ. ഇപ്പം ഇവിടെ നമ്മൾ നേരെ പോയി കഴിഞ്ഞല്ലേ, ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ റാന്നിയല്ലേ ശരിക്കും? റാന്നിയിലെത്തൂല്ലേ? നമ്മുടെ ആ പെട്ടിക്കടയിലെ കുട്ടപ്പഞ്ചേട്ടൻ പറഞ്ഞാണ് ഇതിൽ പോയ റാന്നി എത്തും. നിങ്ങൾ പകുതി വരെ പോയിട്ടുള്ള വഴി എങ്ങനെയുണ്ട്? നൈസാണോ? ഓഫ് റോഡാണ്. ഇറക്കമാണോ അങ്ങോട്ട്? നിരപ്പായിട്ടാണ്. ഞങ്ങൾ എറണാകുളം. യെസ്. എന്ത് ഗണി അങ്ങോട്ട് പോവാ.
എറണാകുളത്തോട്ട് സൈക്കിൾ ഓട്ടിയിട്ട്. അവിടെ ഒരുപാട് സ്ഥലങ്ങൾ കാണാനുണ്ട്. അങ്ങോട്ട് വരും. പോയി ഇന്ന് 1 മണിക്ക് ഇറങ്ങിയാങ്ങ. 1 മണിക്ക്. ഇതാ സത്യം. നിന്റെ പേരെന്താണ്? അൽഫിൻ. നിന്റെ പേരോ? അൻവർ. പോറായങ്ങ? ഇപ്പൊ നേരത്തെ വന്നവരാ? അവരെ കാത്തിക്കണ? അവിടെ വെള്ളച്ചാട്ടം ഉണ്ടായിരുന്ന? അവിടെ ഞാൻ ചോദിക്കട്ടെ, അടിയില് ഫാമിലി ഒക്കെ ഉണ്ട്, വീടൊക്കെ ഉണ്ട് അവിടെ? അപ്പൊ കൊറേ പേര് പോകണ്ടല്ലോ അവിടെ അടിയിലോട്ട്? വെള്ളച്ചാട്ടം കാണാൻ പോണേണോ? ഓഹോ, അങ്ങനെ സംഭവം ഉണ്ടല്ലേ. അപ്പോൾ ഓക്കെ. അപ്പോൾ നമുക്കത് മിസ്സായി പോയിട്ടാ ശരിക്കും പറഞ്ഞാൽ. കാരണം നമ്മൾ പാറയുടെ മുകളിലൊക്കെ നിന്നില്ലേ, അവിടെ അടിയിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ വെള്ളച്ചാട്ടം ഉണ്ടെന്ന്. അപ്പോൾ ആ ഫാമിലിയും അതേപോലെ തന്നെ ആ ചേട്ടന്മാരും ആ ചേച്ചിയൊക്കെ പോയത് ആ വെള്ളച്ചാട്ടം കാണാൻ വേണ്ടിയാട്ടാ സത്യത്തിൽ. മിസ്സായി പോയി. കാരണം ഇനി അങ്ങോട്ട് പോകണമെങ്കിൽ ഒരുപാട് പോകണം നമ്മ. അപ്പം എന്തായാലും നിങ്ങൾ എന്താ പറയുക, മിസ് ചെയ്യരുത്. അടിയിൽ പോയിട്ട് അത് കണ്ടേക്കണം കേട്ടോ വന്നു കഴിഞ്ഞാൽ. ഇപ്പോൾ അവിടെ ഒരുപാട് പേര് വന്നിട്ടുണ്ട് കേട്ടോ. ഇവരുടെ കാര്യമാണെന്ന് എനിക്ക് തോന്നണം നമ്മുടെ പിള്ളേർ പറഞ്ഞത്, നമ്മുടെ ഫ്രണ്ട്സ് വരാണ്ടെന്ന്. ഇവിടെ ഇപ്പോൾ സൈക്കിൾ ഓട്ടാം കേട്ടോ, കുഴപ്പമില്ല. സൈക്കിൾ ഓട്ടാൻ പറ്റിയ വഴിയാണ് കണ്ട. തീർച്ചയായിട്ടും ചവിട്ടാൻ പറ്റിയ സുഖമാണ്, കുഴപ്പമൊന്നുമില്ല. അയ്യപ്പോട്ടാ, അയ്യപ്പോ എനിക്ക് ഓഫ് റോഡ് ഓടിച്ച എക്സ്പീരിയൻസ് ഇല്ലാത്തതിന്. തോടാ, വെള്ളച്ചാട്ടം തോന്നുന്നത്, വെള്ളം വന്നത്, കാടാണ്. ദേ മരങ്ങൾ വീണെടുക്കുമെന്ന് പറഞ്ഞിരുന്നില്ലേ, ദേ മരങ്ങൾ എടുപ്പുണ്ട്. പൊളി അല്ലേ? ആ ചേട്ടൻ പറഞ്ഞാൽ വളരെ ശരിയാട്ടോ. അതേ മരം വട്ടം കിടക്കണം. അപ്പുറത്തുണ്ടല്ലേ. പൊക്കി വെക്ക് പൊക്കി കിടത്താനേ പറ്റുള്ളൂ. അടിപ്പന എക്സ്പീരിയൻസ് വേണ്ട, അതും കാട്. പിടിക്കണോ? ഇല്ല, കട്ട് ചെയ്യൂല. ഇതൊക്കെ വരും. എടുത്തോ, ഞാൻ കട്ട് ചെയ്യൂല. ഇതൊക്കെ വരും. ഇത് പണിയാട്ടോ. ഇങ്ങനെ ഇറക്കണം. ഓക്കെ. കാട്ടിലൂടെ സൈക്കിൾ എവിടെ പോണ ഫീലുണ്ടല്ലോ, പൊളിയാണ് കേട്ടോ. വിൽമന അല്ലേ? അടുത്ത പരം പോയി. മുട്ടൻ കയറ്റമാണല്ലോ. ഇത് ഏകദേശം 5 കിലോമീറ്റർ ഉണ്ടെന്നാണ് നമ്മുടെ കുട്ടിപ്പച്ചേട്ടൻ പറഞ്ഞത്. ഇപ്പോൾ നമ്മൾ ഏകദേശം 1 കിലോമീറ്റർ കഴിഞ്ഞിട്ടുള്ളൂ എന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ ഒരു ലോങ് റൈഡ് കണ്ടില്ലേ. ഏകദേശം 1 കിലോമീറ്ററോ 1.5 കിലോമീറ്റർ നമ്മൾ റൈഡ് ചെയ്തിട്ടുണ്ട്. ഫുൾ ഉൾപ്പെടുത്തിയിട്ടില്ല. പക്ഷേ എക്സ്പീരിയൻസ് ഒരു രക്ഷയില്ല വെച്ചാൽ പൊളി. ഞങ്ങൾ സൈക്കിളായതുകൊണ്ട് ഒരു രക്ഷയില്ല, പൊളിയായിരുന്നു. ബൈക്കിന് വേണമെങ്കിൽ വരാം, പക്ഷേ ഈ ഒരു പോർഷൻ സ്വല്പം ബുദ്ധിമുട്ടാണ് വരാൻ. പിന്നെ പറയാനുള്ളത്, ഒരുപാട് മരങ്ങൾ ക്രോസായി വീണ് കിടക്കുന്നുണ്ട്. കാടാണ്, മരങ്ങൾ വീഴും, ചെറിയ വഴികളാണ്. അതൊക്കെ സ്വാഭാവികമാണ്. കാടിനെ ബന്ധമായിട്ട് പോകുന്ന എല്ലാവർക്കും അറിയാൻ പറ്റും. പോകുന്ന വഴിയൊക്കെ മരങ്ങളൊക്കെ വീഴുന്ന കാര്യം സഹജമാണ്. നമ്മുടെ പഴയ വീഡിയോസൊക്കെ കണ്ടല്ലോ കാടിലോട്ട് കയറിയേക്കണൊക്കെ. അപ്പോൾ അത് കണ്ടവർക്കൊക്കെ അറിയാം കാടിൻ്റെ ആ ഒരു ശീലം. പിന്നെ പറയാൻ വന്ന് വേറൊന്നുമല്ല, ഇത് കണ്ട തൊട്ടടുത്ത് മരം കണ്ടത് ഞാൻ സൂം ചെയ്ത് കാണിച്ചതെങ്കിൽ ഇത് വഴിയാണ്. ഇപ്പം ഞങ്ങൾ വന്ന വഴിയാണ് ഈ കാണുന്നത്. വലിയ മരം വന്ന് വീണടക്കാണ്. പക്ഷെ ഞങ്ങൾക്ക് ഒരു പോക്കറ്റ് വഴി കിട്ടി. ഇതിൻ്റെ ഉള്ളിൽ കൂടെ ആരോ നടന്ന് ചാലുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ഇടയിൽ ആ ചാലുള്ളത് കൊണ്ട് ഞങ്ങൾക്ക് അവിടെ നിന്ന് കവർ ചെയ്ത് വരാൻ പറ്റി. ആ ചാലുള്ളതുകൊണ്ട് നമുക്ക് അവിടെ നിന്ന് വരാൻ പറ്റി. ഇപ്പം ഞങ്ങളുടെ കുറച്ച് നേരം റെസ്റ്റ് എടുക്കണം. കാരണം വേറെ ഒന്നുമില്ല, ഒരുപാട് ഓഫ് റോഡ് ഓടിച്ചുകൊണ്ട് ചെറിയ ക്ഷീണം. അപ്പോൾ ഞങ്ങൾ കുറച്ച് റെസ്റ്റ് ചെയ്തിട്ടേ മുന്നോട്ട് പോകണുള്ളൂ. ആ പോകുന്ന വഴിയൊക്കെ വലിയ വലിയ മരങ്ങൾ വീണെടുക്കുന്നുണ്ട്. എന്താണെന്നറിയില്ല. 5 കിലോമീറ്റർ ഉണ്ടെന്ന് പറഞ്ഞു. എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 1.5 കിലോമീറ്റർ നമ്മൾ ട്രാവൽ ചെയ്തിട്ടുണ്ടാവുള്ളൂ. ഇനി ഏകദേശം ഒരു 3.5 കിലോമീറ്റർ കൂടി ഈ കാട് കയറണം. ചുറ്റും കാടാണ്.
പ്രകൃതിയുമായി ലയിച്ചാണ് നമ്മളിപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് കണ്ടോ, നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാൻ പറ്റും. ഫുൾ കാട്, ചെറിയ പോക്കറ്റ് വഴി, കിളികളുടെ ശബ്ദം. ഇനി ഇവിടെ ആനയുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല, പക്ഷേ കാട്ടുപന്നിയുണ്ട് ഇവിടെ നല്ലോണം, ശബ്ദമൊക്കെ കേൾക്കാണ്ട്. പക്ഷേ എക്സ്പീരിയൻസസ് ഒന്നും പറയാനില്ല, പൊളി മച്ചാന്മാരെ, പൊളി. ഈ ആലപ്പുഴയിലുള്ളവരും അതുപോലെ തന്നെ തൊട്ടടുത്ത് ഇറങ്ങുന്നത്, ഇപ്പോൾ ഇത് പത്തനംതിട്ട ജില്ലയിലുള്ള സ്പോട്ടാണ് നമ്മളിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ തൊട്ടടുത്ത് ഇരിക്കുന്നവർക്ക് വൺ ഡേ ഈ കൊറോണ ടൈമിൽ വന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ അടിപ്പ സ്ഥലം കേട്ടോ. എൻ്റെ ഒരു സജഷൻ, നിങ്ങൾ സൈക്കിളിന് വരിക. സൈക്കിളിന് വന്നാൽ പൊളിയാണ് വെച്ചാൽ പൊളി, ഒരു രക്ഷയില്ല. ബൈക്ക് ചില സ്ഥലങ്ങളിൽ അടിയിടിക്കും ചിലപ്പം, പക്ഷേ സൈക്കിളാണെങ്കിൽ പൊളി. അപ്പോൾ നമുക്കിത് ഇനിയും മുന്നോട്ട് പോകാം. ഇനിയും കാഴ്ചകളും കാടിനെ ബന്ധപ്പെട്ട് ഒരുപാട് വിശേഷങ്ങളും പറയാനുണ്ട്. മുന്നോട്ട് പോകാം. ആ ബിൽമോനെ നമുക്ക് പോകാമല്ലോ. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ബിൽമോൻ്റെ ചാനൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്, എല്ലാവരും അത് കാണാം. നമ്മുടെ ഈ കാട്, ഈ സ്ഥലവും ചെയ്യുന്ന മറ്റൊരു വിഷ്വലാണ് ബിൽമോൻ്റെ ചാനലിൽ കാണിക്കുന്നത്. എൻ്റെ ചാനലിൽ കാണിക്കാത്ത ഒരുപാട് സ്ഥലങ്ങൾ, ഒരുപാട് കാഴ്ചകളൊക്കെ അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കയറി നോക്കുക, അവനെയും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എന്തായാലും മുന്നോട്ടോ. ഓക്കെ. അപ്പോൾ ഫ്രണ്ട്സ്, ദേ വീണ്ടും നമ്മൾ ഓഫ് റോഡ് പോവുകയാണ്. സൈക്കിൾ ഈ പ്രാവശ്യം ചവിട്ടണില്ല കേട്ടോ, കാരണം കുറച്ച് ബുദ്ധിമുട്ടായി വന്നു പിന്നീട്. ഇതിപ്പോൾ ഈ വിഷ്വല് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സൈക്കിളുമ്പോൾ മൗണ്ട് ചെയ്തൊക്കെ ഉണ്ട്, അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. കാരണം കൈ പിടിച്ചിട്ട് ഇത് ഷൂട്ട് ചെയ്യാൻ ഭയങ്കര പ്രയാസമാണ്. ദേ അടുത്ത മരത്തിലോട്ട് എത്തിയാൽ മതി, ഒരു രക്ഷയില്ല. ഇതിങ്ങനെ കിടക്കൂടാ, ഇങ്ങനെ വഴിയുണ്ടാ, എടുത്ത് കിടക്കേണ്ടി വരുന്നതുകൊണ്ട്. എന്തായാലും എക്സ്പീരിയൻസ് അടിപൊളിയല്ലേ നമുക്ക് കിട്ടിയാണ്. അതും കാട്. ആദ്യം നമ്മൾ കുറേ മല കയറി അല്ലേ, അത് കഴിഞ്ഞിട്ട് പിന്നെ കാട് കയറണം, വേറിട്ട എക്സ്പീരിയൻസ്. എവിടെ? ആ ഉണ്ട്, പോക്കറ്റ് ഉണ്ട്. ഓ ഈ മരമൊക്കെ അടിപൊളിയാട്ടാ, പൊളി മരം. ഓ ഇവിടെ ചവിട്ടാൻ പറ്റില്ല, തെന്നി വീഴുന്നുണ്ട്. ബ്രേക്ക് പിടിച്ചിട്ട് പോലും വീല്. ഓ പിന്നെയും നമ്മൾ എത്തിയ സ്ഥലത്ത് ഇത് വലിയ മരം വീണടക്കേണ്ട, അത് ക്രോസ് ചെയ്യാൻ പറ്റും. രണ്ടെണ്ണുണ്ടോ? ക്രോസ് ചെയ്യാം, അങ്ങനെ തന്നെ കൊടുക്കി. ഓ ഇത് ഭയങ്കര ഹെവി ആട്ടോ. ഈ വിഷ്വലൊന്നും കട്ട് ചെയ്യാത്ത വേറെ ഒന്നുമല്ല, കാരണം ഇതിൻ്റെ എക്സ്പീരിയൻസ് നിങ്ങൾ അറിയാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ഇത് ഷൂട്ട് ചെയ്യണത് തന്നെ. കാരണം ഈ കാടിൻ്റെ ഭംഗിയും ആ നിഗൂഢതകളെല്ലാം അറിയണം, അതിൻ്റെ ബുദ്ധിമുട്ടുകൾ. നമ്മൾ ചില സമയങ്ങളിൽ സൈക്കിൾ പൊക്കി വേണം കടക്കാൻ. ഓ അടുത്ത മരം. ഇത് മരം മാത്രമുള്ളല്ലോ ഇവിടെ മൊത്തം അല്ലേ, കംപ്ലീറ്റ്. എടുക്കുന്ന അറ്റത്തും മരം വലുത്. അയ്യോ ബ്രേക്കൊന്നും പിടിച്ച് കിട്ടണില്ലട്ടാ. ഇത് വഴിയാണ് ഗായ്സ് നമ്മൾ എത്തിയേക്കുന്നത്. ഇപ്പോൾ നോക്കി വലിയ ഇതൊരു സ്വല്പം റിസ്ക്കാണ്, കടക്കാൻ പറ്റുമെന്ന് അറിയില്ല കേട്ടോ. ആ വഴിയുണ്ട്, ചാലുണ്ടാക്കിയത് ചാലുണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. കാടിൻ്റെ ഉള്ളിലേ ചെറിയ ചാലുണ്ടാക്കിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ആൾക്കാർ നടന്നു പോകണ. ഇല്ലില്ല, ചാലില്ല ഗായ്സ്. പെട്ട് വഴി നിന്ന് ഇനി കാട്ടിക്കൂടെ എങ്ങനെ പോകണമെന്ന് അറിയില്ല. വഴി ഞങ്ങൾ പെട്ട് എന്തൊക്കെയോ ആൾക്കാരൊക്കെ പോകുന്നുണ്ട്. ചെറിയ ഭയം വന്നു തുടങ്ങി, വഴി നിന്ന്. അപ്പം ഇതിനുണ്ട് ഇവിടെ. ഇപ്പോൾ അത് വഴിയൊന്നുമില്ല, നടപ്പാതയില്ല. നമ്മുടെ മെയിൻ വഴിയിൽ നിന്ന് നമ്മൾ തെറ്റി പോന്നേക്കാണ്. ഇത് ബൈക്കിന് വന്നേക്കണം മച്ചന്മാരതേ. അവന്മാർ ബൈക്കും കൊണ്ട് വന്നേക്കണം. നമ്മൾ അത്രയും ബുദ്ധിമുട്ടി വന്ന ആ വഴി മുഴുവനും ദേ ബൈക്കിൽ കയറ്റി വന്നേക്കണം എല്ലാവരും. സ്പ്ലെൻഡർ ഉണ്ട്,
ഒരു രക്ഷയില്ലട്ടാ, പൊളി. ആ ഒരു പൊളിയാട്ടാ. നിങ്ങൾ സമ്മതിച്ചടാ, സമ്മതിച്ച് സ്തുതിച്ച് തൊഴുതട്ടാ, തൊഴുത്. ഓ ദേ വന്നെ അടുത്തവൻ. ഓ പൊളിച്ചട്ടാ, പൊളിച്ച് സമ്മതിച്ച് നിങ്ങളെ രണ്ടിനും സമ്മതിച്ച്. ഓക്കെ. ഓ അതും വെച്ചിട്ട് അത് വന്നെന്ന് പറയുമ്പോ അല്ലേ. ബൈ അല്ലേ വിൽമല്ലേ? പിന്നെ പൊളി ഒന്ന് ആലോചിച്ച് നോക്കിയേ അല്ലേ, ഒരു രക്ഷയില്ല. ഓ അത്ര നമ്മ സൈക്കിളിന് ബുദ്ധിമുട്ടാണ് വന്നത്, എന്നാലും പോയത് സമ്മതിച്ചിട്ടാ. അത് സ്പ്ലെൻഡറൊക്കെ അവര് പോയി അങ്ങോട്ട്. അപ്പൊ എന്തായാലും തീർച്ചയായിട്ടും ഹിമാലയം പോലുള്ള ബൈക്കിലൊക്കെ സ്ട്രിക്കായിട്ട് വരായിരിക്കും. ശരിയാണ്. അപ്പൊ എന്തായാലും നമുക്ക് പോവാ. അവരെവിടെയെങ്കിലും സ്റ്റോപ്പായി നിൽക്കുമ്പോ കാണുന്നുണ്ടെങ്കിൽ നമുക്ക് കാണാം. നമുക്ക് യാത്ര തുടരാം. ഓക്കെ. ഇത് വന്നിട്ട് ഓഫ് റോഡ് പോളീസ് സാധനം പറയാതിരിക്കാൻ മേല. ഇവരുടെ എക്സ്പീരിയൻസ് നമുക്ക് ചോദിച്ചു തന്നെ അറിയണം. എങ്ങനെ ഉണ്ടായിരുന്നു ചേട്ടന്മാരെ എക്സ്പീരിയൻസ് ഒക്കെ? ഇവരിവിടെ അടുത്ത് തന്നെയുള്ള ഒരു 10-15 കിലോമീറ്റർ അകത്തുള്ളതാണ്. ഒരു കുഴപ്പമില്ല. ശരി, അപ്പോൾ ബൈ. ഞങ്ങൾ പയ്യ പുറകില്. ആക്റ്റീവാണ് പോണത്, ഓഫ് റോഡ്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഒരുപാട് ദൂരം വന്ന് ഞങ്ങൾ ഇവിടെ ഇരുന്ന് കുറച്ച് ഫുഡൊക്കെ കഴിച്ച് റെസ്റ്റ് ചെയ്തു. പക്ഷെ ഇവിടെ വന്നപ്പോ 2 വഴി. ഒന്ന് നേരെ പോകാനും പിന്നെ ഇങ്ങാടും. ഇതിലേതിലെ പോണേന്ന് അറിഞ്ഞുകൂടാ. ഞങ്ങൾ ഇതിലെ പോകാൻ പോവാണ്. ഇപ്പോൾ ഇവിടെ പോയിട്ട് വല്ല പ്രശ്നം ഉണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ വീഡിയോ കണ്ടിന്യൂ ചെയ്യുക, നമ്മൾ അത് പറയും. അതല്ലെന്നാണെങ്കിൽ തിരിച്ച് വന്നിട്ട് ഇതിലെ പോകേണ്ടി വരും നമുക്ക്. അപ്പോൾ എന്തായാലും നമുക്ക് ഈ വഴി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, ഇതിലാണ് പോണേന്ന്. ആ ചേട്ടൻ പറഞ്ഞിരുന്നു വഴി തെറ്റാൻ സാധ്യതയുണ്ട്, ഇങ്ങനെ പോക്കറ്റ് അടിയിൽ 2 വരാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ പ്രോപ്പർലി നോക്കുമ്പോൾ നമുക്കിത് നല്ല രീതിയിൽ കാണുന്നുണ്ട്. പക്ഷേ ഇവിടെ ശരിക്കും പറഞ്ഞാൽ നടവഴി നല്ല കട്ടിക്ക് കാണുന്നുണ്ട് അറ്റം വരെ. ഇപ്പോൾ ഏകദേശം വൈകുന്നേരം ആകുമ്പോഴാണ്, പെട്ടെന്ന് ഇരുട്ടാവും. കാട് നിങ്ങൾക്ക് അറിയാമല്ലോ, പെട്ടെന്ന് ഇരുട്ടാവും. അപ്പോൾ എന്തായാലും നമുക്ക് പെട്ടെന്ന് ഇതുവഴി അങ്ങോട്ട് പോവാം. നിങ്ങൾ വരുമ്പോഴും ശ്രദ്ധിക്കാം കേട്ടോ, ഈ വഴി തന്നെ. ഞങ്ങൾ എന്തായാലും പോയിട്ട് നോക്കട്ടെ, എന്നിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. മച്ചാന്മാരെ, നമ്മൾ എത്തിയിട്ട് ഇപ്പോൾ ഡേഞ്ചർ സോണിലാണ്. ഇപ്പോൾ വഴിയൊന്നും കാണാനില്ല, കാട് അതിരൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. മറ്റേ ബൈക്കിന് പോയാൽ നമുക്ക് കാണാൻ പറ്റുന്നില്ല. അവരെങ്ങോട്ട് പോയെന്ന്, ഏത് വഴി പോയെന്ന് ഒരു ഐഡിയ ഇല്ല. പാട് പോലും കാണാനില്ല അവരുടെ. നമ്മൾ കാട്ടിൽ പെട്ടുപോയോ എന്നൊരു സംശയമുണ്ട്. ഇതിൽ പോയിട്ടുണ്ട്, അതേപോലെ പാട് കാണുന്നുണ്ട്. നോക്കട്ടെ, അവർ പോയിട്ടുണ്ട്. ഇവിടെ പാട് കാണാനുണ്ട്. പക്ഷേ അവിടെ കാടാണ്. റാന്നിയിൽ ആരറിയാത്ത പത്തനംതിട്ടയിലെ ഹിഡൻ പ്ലേസ്. ഒരു രക്ഷയില്ല. 5 കിലോമീറ്റർ സൈക്കിളിന് ഞങ്ങൾ കാട് കയറിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇതെങ്ങനെ ആക്റ്റീവൊക്കെ കയറി? ഇതിൽ ആക്റ്റീവ കയറ്റിക്കൊണ്ടോ എന്ന് പറയുന്നൊന്നും വേണ്ട, അറിയില്ല. നോക്കട്ടെ, അവനൊരു അവാർഡ് കൊടുക്കണം, ആക്റ്റീവ് ഇതിലെ കൊണ്ടുപോയി. പക്ഷെ അവരും പെട്ടുപോയിട്ടുണ്ട് കേട്ടോ പല സമയങ്ങളില്ലേ. അത് ആക്റ്റീവിന് അവനായിക്കുള്ള പെട്ടുപോയണം. അപ്പോൾ അങ്ങനെ നമ്മതേ എത്തിയിട്ടാ. അവരുടെ ബൈക്കൊക്കെ നിൽക്കണ്. നമ്മളെ ഒരു വീടിൻ്റെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട്. വിലുമോനെ സക്സസ് അല്ലേ? എത്തി, റോട്ടിലെത്തി. കാട് കയറി നമ്മടെ റോട്ടിൽ. പൊളി എത്തി, റോട്ടിലെത്തിയേ. അയ്യോ, കാട് മുഴുവൻ കയറി റോട്ടിൽ. അപ്പം അങ്ങനെ നമ്മുടെ ഒറ്റത്ത് കാണാണ്ട ആ കാട്ടിക്കൂടിയ നമുക്ക് കയറി ഇറങ്ങി വന്നത് ഇപ്പം തൊട്ട് മുമ്പ്. എന്നിട്ട് ഞാൻ ഈ മതിലിൻ്റെ മുകളിൽ കുറച്ച് നേരം റെസ്റ്റ് ചെയ്യണം. സൈക്കിൾ അവിടെ ഇരിക്കുന്നുണ്ട്, നമ്മുടെ സൈക്കിൾ 2 അവിടെ ഇരിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ പ്രത്യേകിച്ച് ഒന്നുമില്ല. എന്തായാലും അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു മച്ചാന്മാരെ. നിങ്ങൾ എന്തായാലും ഒരിക്കലെങ്കിലും ഈ കാട് കയറണം. പക്ഷെ വന്നാലും മറ്റേ ചേട്ടന്മാരില്ലേ ആക്റ്റീവൊക്കെ കയറി പോണത് അതിശയം തന്നെ കേട്ടോ. പുള്ളി ആ ആക്റ്റീവിൽ ആ കോണ്ടും മുള്ളി ഒന്നും പറയാനില്ല, പൊളി.
പിന്നെ മറ്റേ ഏട്ടന്മാരൊക്കെ ഇവിടെ എത്തിയില്ല, മറ്റേ വണ്ടികളൊക്കെ ഇവിടെ ഉണ്ട്. ആക്റ്റീവക്കാരൻ പോയി. അപ്പോൾ എന്തായാലും ദേ ഇവിടെ നമ്മൾ വൈൻഡപ്പ് ചെയ്യണ്. കുളക്കുറ്റി എന്ന് പറഞ്ഞ സ്ഥലമാണ് ഇപ്പോൾ ഇത്. ഞങ്ങൾക്ക് കൃത്യമായിട്ട് അറിയില്ല, കാരണം കുളക്കുറ്റി എന്ന് പറഞ്ഞ സ്ഥലത്ത് നമ്മൾ പ്രോപ്പർലി ഇവിടെ എത്തും. ഇനി ഇവിടെ നമ്മൾ ഇറങ്ങി അങ്ങോട്ട് പോവുകയാണ്. പോണത് റാന്നിയിലേക്കാണ്. റാന്നിയിൽ നിന്ന് പിന്നെ നമ്മൾ നേരെ മാവേലിക്കര, എറണാകുളം അങ്ങനെ അങ്ങോട്ട് പോകും. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇതേപോലെയുള്ള വേറിട്ട കാഴ്ചകളും വേറിട്ട എക്സ്പീരിയൻസും ആയിട്ട് നമ്മൾ വീണ്ടും വരും. ഇനി അടുത്ത എപ്പിസോഡ് വന്നത് നമ്മുടെ സൈക്ലിംഗ് തന്നെയാണ്. നമ്മുടെ രാവിലത്തെ അങ്ങോട്ടും ഇങ്ങോട്ടെന്ന് പറഞ്ഞാൽ സീരീസാണ് ചെയ്യണത്. പറൂരത്തെ ആ കാഴ്ചകളും ആ ചെറിയ ചെറിയ കൊച്ചു വീഡിയോസൊക്കെ ആയിട്ട് നമ്മൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഇടയിലാണ് നമ്മൾ ഈ വീഡിയോ ചെയ്തത്. അപ്പോൾ എല്ലാവരും കാണാത്തവരുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മുടെ നാട്ടിലെ വീഡിയോൻ്റെ ലിങ്ക് ഉണ്ടാവും, അതൊക്കെ കയറി കാണുക. ഞങ്ങളുടെ കൊച്ചു ഗ്രാമം അതും കൂടിയും കാണുക. ഇനി നമുക്ക് ഇപ്പോൾ കോവിഡിൻ്റെ പ്രശ്നമൊക്കെ ഏകദേശം കുറഞ്ഞ സ്ഥിതിക്ക് ടൂറിസം മേഖല കുറച്ച് ഓപ്പണാണ്. അപ്പോൾ നമ്മൾ ഇനി യാത്ര ചെയ്യുന്നുണ്ട്. ഞാൻ ചെയ്യണത് ഇനി അവനെയും കൊണ്ടാണ്, സൈക്കിളും കൊണ്ടാണ്, ബൈക്കിലല്ല. ബൈക്ക് കുറച്ച് മോഡിഫൈ ചെയ്തുകൊണ്ട് ചില പുറത്തിറങ്ങുമ്പോൾ പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് സൈക്കിളിനായിരിക്കും അടുത്തൊരു കിഡ് പ്ലേസായിട്ട് ഞാൻ വരും തീർച്ച. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, ബൈ.